ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു ദാൽ കറി ഉണ്ടാക്കി നോക്കിയാലോ. ദാൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 1 കപ്പ് മസൂർ ദാലാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് തൂർ ദാലോ സാധാരണ പരിപ്പോ വെച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ദാല് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിക്ക് വേവിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ദാലിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1 സവാള, 8 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 4 തണ്ട് മല്ലിയില, 4 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 തക്കാളി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതും എടുത്തു വച്ചിട്ടുണ്ട്. ദാൽ ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടായതിനു ശേഷം അതിനകത്ത് കുറച്ച് ഉലുവ ചേർക്കുവാണ്. ഉലുവ ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 2 നുള്ള് കായം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകമൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ചേർത്ത് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം.
നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. ഞാനിതിൽ 2 പത്തൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മുളക് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജീരകവും പോരാ എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടിയിട്ട് മൂപ്പിച്ചേച്ച് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിലുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. രുചിയേറിയ ദാൽ കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.